ഞാൻ ഈ കണ്ടൻറ് ക്രിയേഷനിലോട്ട് ഇറങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ ഫോണിൽ വീഡിയോ എടുക്കാറുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ എവിടെ അപ്ലോഡ് ചെയ്യാറില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെന്നെ കളിയാക്കുക എന്നുള്ളത്. അത് വേറെ ആൾക്കാരൊന്നുമല്ല, എനിക്കറിയാവുന്ന, എന്നെ നേരിട്ടറിയാവുന്ന, എന്നെന്നും കാണാൻ സാധ്യതയുള്ള ആൾക്കാർ എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്ത് വീഡിയോ ആണെങ്കിലും ഇടുന്നത്, അത് കണ്ടു കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി പറയുമോ, അവരെന്നെ കളിയാക്കുമോ, ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു വീഡിയോവും ഞാൻ എവിടെ അപ്ലോഡ് ചെയ്യത്തില്ല. അതെൻ്റെ ഭയങ്കര വലിയ പേടികാരനാണ്. 2, എസ്തറ്റിക് ബ്യൂട്ടി ഇല്ലെങ്കിലോ എന്നോർത്തിട്ട്. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിന് ഇത്ര പോലും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഈ ഫോണിന് നല്ല ക്ലാരിറ്റിയാണ്, ആ ഫോണിന് ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് വീഡിയോസ് എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഓർക്കും, ഇതിന് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ ഭംഗിയില്ല, ഇതിനകത്ത് എന്നെ കാണാൻ ഭംഗിയില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. 3, കണ്ടൻ്റ് ഇല്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ്, വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ഇല്ലാതെ എന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അത്ര ക്യാച്ചി അല്ലാത്തൊരു സാധനം എന്തിനാ ആൾക്കാർ കണ്ടിരിക്കണം? ആരും അത് കാണാൻ പോകുന്നില്ല എന്നുള്ള വളരെ മുൻകൂറായിട്ടുള്ള ഒരു നിഗമനം, അതും എന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലേ അതിനെപ്പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ കളിയാക്കുകയോ ചെയ്യുള്ളൂ. ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വേറെ വീഡിയോസ് അത് കണ്ടിട്ട് എന്നെ ആൾക്കാർ അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കത് നല്ല വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കളിയാക്കിയിട്ടില്ല. അപ്പം റാൻഡമായിട്ടൊരു വീഡിയോ ഇടുന്നതിന് പകരം പ്രിപ്പയർ ആയിട്ട് ഞാൻ വീഡിയോ ഇടുമ്പം എന്നെ കളിയാക്കാറില്ല എന്ന് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കെപ്പോഴും ഒരു പേടിയുണ്ട്, ഇതിട്ട ആൾക്കാർ കളിയാക്കുമോ, ഇതിന് അപ്രിസിയേഷൻ വാല്യൂ ഉണ്ടോ, ആൾക്കാർക്ക് ഇത് കണ്ട ഇഷ്ടപ്പെടുമോ, അതത് കോമഡി ആണോ, ഞാനിത് റിഗ്രറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ്. അതൊന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് എസ്തറ്റിക് വീഡിയോസ്. എൻ്റെ വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരൊറ്റ റീസൺ കാരണം ആൾക്കാരത് കാണാതിരിക്കും. ചിലപ്പം കാണാതിരിക്കാം, പക്ഷെ ചില ആൾക്കാർ വേണമെങ്കിൽ കാണും. അഭിരാമി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരത് കാണും. എന്നിട്ടത് വിട്ട് കളയും. ചിലപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറയില്ല, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീഡിയോ കണ്ടായിരുന്നേ എന്ന് പറയും. അതല്ലാതെ എല്ലാവരും അങ്ങനെ വന്ന് കുറ്റം പറഞ്ഞ് അയ്യേ എന്ത് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരല്ല. ചില ആൾക്കാർക്കറിയാം അത് ഒരാൾക്കിടണമെന്ന് തോന്നിയതുകൊണ്ട് ഇട്ടതാണ്, ഞാനത് കണ്ടു, കണ്ടു. ഒരാളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള വിചാരം എല്ലാവർക്കും ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് കണ്ടൻറ്റ്. കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പലതരം കണ്ടൻറ്റുണ്ട്. നമ്മളെ പിടിച്ചിരുത്തുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ അൽഗോരിതത്തിലുള്ള ഒരു പാറ്റേൺ അനുസരിച്ചാണ്. അതായത് നമ്മളെ പിടിച്ചിരുത്തുന്ന വീഡിയോസ് ചിലപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഈ പാത്രമൊക്കെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ വീണ് പൊട്ടുന്ന, അല്ലെങ്കിൽ ഈ മരത്തൊടി കൊണ്ട് എന്തെങ്കിലും വുഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ASMR വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും റീല്, ട്രെൻഡിങ് ഓഡിയോ ഉള്ള, ഭയങ്കര ബീറ്റുള്ള, കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസ് ഉള്ള അങ്ങനത്തെ ഒക്കെ വീഡിയോസിനായിരിക്കും കൂടുതൽ ആൾക്കാർ വ്യൂസ് ഉണ്ടാവുക. പക്ഷേ കണ്ടൻറ് ഇടണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഈ കാരണങ്ങളൊന്നും ഒരു വാലിഡ് റീസൺ അല്ല കണ്ടൻറ് ഇടാതിരിക്കാനുള്ള. എന്താണോ ഒരു കണ്ടൻ്റായിട്ട് തോന്നുന്നത്, സംസാരിച്ചിടാനാണെങ്കിൽ സംസാരിച്ച്, പാട്ട് പാടിയിടാനാണെങ്കിൽ പാട്ട് പാടി, അല്ലെങ്കിൽ റീലോ ഡാൻസോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ, എന്ത് സാധനമാണെങ്കിലും അതൊരു കണ്ടൻ്റാണ്. അത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കണ്ടൻ്റാണ്. ഇപ്പം ഞാൻ വലിയ കാര്യമായിട്ട് ആൾക്കാരെ സ്റ്റഡി ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് നാൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ കടലാണ്. ഇതിനകത്ത് ഒരുപാട് കണ്ടൻ്റ് ഉണ്ട്. ഒരു കാറ്റഗറി ഓഫ് സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് വീഡിയോസിനെ മാത്രമല്ല കണ്ടൻറ്റ് എന്ന് പറയുന്നത്, എല്ലാം കണ്ടൻ്റാണ്, എല്ലാം. അപ്പോൾ എന്ത് ഇടാൻ തോന്നുന്നു, എന്ത് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നു, അത് ഒരു സെക്കൻഡ് തോട്ടില്ലാതെ അപ്ലോഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് കളർഫുൾ ആവണം എന്നില്ല, അതിന് ട്രെൻഡിങ് ഓഡിയോ വേണം എന്നില്ല, അതിന് വിഷ്വൽ ബ്യൂട്ടി വേണം, കാരണം വീഡിയോ ആണല്ലോ. പക്ഷെ സ്റ്റിൽ ആർക്കെങ്കിലുമൊക്കെ ആ ഒരു എസ്തറ്റിക്സ് ഇഷ്ടപ്പെടും. ചിലപ്പം ചില ആൾക്കാർക്ക് വളരെ റോ ആയിട്ടുള്ള അൺഎഡിറ്റഡ് വീഡിയോസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടും, അവരിത് കാണും, അപ്രിഷ്യേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കാണുന്നു, വെറുതെ വിടുന്നു, ഓ ഇത് വെറുതെ ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. സോ ഇപ്പോഴത്തെ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ഓവർത്തിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മോർ ദാൻ ദാറ്റ് ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുതന്നെയാണോ കറക്റ്റ് വാക്ക്? നമ്മളെ പിടിച്ച് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.